നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അയ്യപ്പ സംഗമത്തിന് ആളില്ല എന്ന വാദം തള്ളി എം.വി. ഗോവിന്ദൻ. 4126 പേർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തുവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. അയ്യപ്പ സംഗമം നാടകമാണെന്ന് പി.വി. അൻവർ. അയ്യപ്പനുമായി ഒരാത്മാർത്ഥതയുമില്ലാത്ത ആളുകളുടെ സംഗമമാണ് നടക്കുന്നത്. മോദിയേക്കാൾ വർഗീയത തുപ്പുന്ന യോഗി ആദിത്യനാഥിനെ സംഗമത്തിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചത് എന്തിനെന്നും പി.വി. അൻവർ. എയിംസ് ആലപ്പുഴയിൽ തന്നെ നിലപാട് ആവർത്തിച്ച് സുരേഷ് ഗോപി. ആലപ്പുഴ വലിയ ദുരിതമാണ് നേരിടുന്നത്. തടഞ്ഞാൽ തൃശൂരിൽ കൊണ്ടുവരുമെന്നും കേന്ദ്ര പിന്തുണയുണ്ടെന്നും സുരേഷ് ഗോപി. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപാളികൾ സന്നിധാനത്ത് തിരിച്ചെത്തിച്ചു. സ്വർണ്ണപീഠത്തിൽ വിജിലൻസ് അന്വേഷണം. കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷമേ സ്വർണ്ണപാളികൾ തിരികെ സ്ഥാപിക്കൂവെന്ന് ദേവസ്വം അധികൃതർ. പുരസ്കാര നിറവിൽ മലയാളത്തിന്റെ ലാൽ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് ലഭിച്ച പുരസ്കാരമാണെന്നും 48 വർഷത്തെ സിനിമാ ജീവിതത്തിലെ വലിയ അവാർഡാണിതെന്നും മോഹൻലാൽ. വാർത്തകൾ വിശദമായി. ആഗോള അയ്യപ്പ സംഗമത്തിന് ആളുകൾ കുറവായിരുന്നുവെന്ന വാദത്തെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. 4600 ആളുകൾ പങ്കെടുത്താൽ പോരെ എന്ന് അദ്ദേഹം ചോദിച്ചു. കളവ് പ്രചരിപ്പിക്കുന്നതിനും അടിസ്ഥാനം വേണം. കള്ളപ്രചാരണം നടത്തുന്നത് മാധ്യമങ്ങളാണ്. ശുദ്ധ അസംബന്ധമാണ്. നാണവും മാനവുമില്ലാതെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു. കോൺഗ്രസ് ആണ് പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ലോകപ്രശസ്തമായ വിജയമാണ് സംഗമത്തിൻ്റെത്. എന്തെങ്കിലും കൊടുക്കുന്നതിന് നാണവും മാനവും വേണം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഒഴിഞ്ഞ കസേരകൾ AI ദൃശ്യങ്ങളാവുന്നുവെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം ഫ്ലോപ്പാണെന്ന ആരോപണത്തിന് മറുപടിയുമായി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രംഗത്തെത്തിയിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ കണക്ക് സഹിതമാണ് മന്ത്രിയുടെ മറുപടി. ആഗോള അയ്യപ്പ സംഗമത്തിൽ 4126 പേർ പങ്കെടുത്തതായി മന്ത്രി വിശദീകരിച്ചു. സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ പങ്കാളിത്തം കൊണ്ട് സംഗമം വലിയ വിജയമാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശത്തടക്കം 3000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇവർക്കെല്ലാം ഇരിക്കാനാകും വിധമുള്ള മികച്ച സൗകര്യത്തോടെയായിരുന്നു വേദിയടക്കം സജ്ജമാക്കിയത്. എന്നാൽ രജിസ്ട്രേഷൻ തന്നെ 5000-നടുത്തെത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. M5 ന്യൂസ്, തിരുവനന്തപുരം. 4126 പേർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. 182 വിദേശ പ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുത്തു. സെഷനുകൾ അർത്ഥവത്തായെന്നും മന്ത്രി പറഞ്ഞു. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യമെടുത്ത് പരിപാടിക്ക് മുൻപാണെന്നും വാസവൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം പോയത് സെഷനിൽ പങ്കെടുത്തവരാണ്. 5000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തലാണ് ഒരുക്കിയത്. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ഫോട്ടോ എടുത്ത് തെറ്റായ പ്രചാരണം നടത്തിയെന്നും മന്ത്രി ആരോപിച്ചു. 9:55 മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തിയത്. 4126 പേർ പങ്കെടുത്തുവെന്നത് രജിസ്ട്രേഷൻ നടത്തി നമ്പർ എണ്ണിയ കണക്കാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. എത്തിച്ചേർന്ന ഒരാൾക്ക് പോലും പരാതി ഉണ്ടായിരുന്നില്ല. കർണാടക PCC ഉപാധ്യക്ഷൻ പങ്കെടുത്തു. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ആളുകൾ എഴുന്നേറ്റ് പോയി എന്നാണ് മറ്റൊരു പ്രചാരണം. അവർ പോയത് സെഷനുകളിൽ പങ്കെടുക്കാനാണ്. 3 സ്ഥലങ്ങളിലായിരുന്നു സെഷനുകൾ നടത്തിയത്. ഇതാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു. M5 ന്യൂസ്, പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമം നാടകമാണെന്ന് പി.വി. അൻവർ. ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരെ എല്ലാവരും ആദരവോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വിഷയത്തിലെ നിലപാട് 3 വർഷം മുൻപ് നമ്മൾ കണ്ടതാണെന്നും പി.വി. അൻവർ പറഞ്ഞു. സ്ത്രീ സാന്നിധ്യം ശബരിമലയിൽ ഉറപ്പാക്കാൻ വലിയ ശ്രമമാണ് അന്ന് സർക്കാർ നടത്തിയതെന്നും അയ്യപ്പനുമായി ഒരാത്മാർത്ഥതയുമില്ലാത്ത ആളുകളുടെ സംഗമമാണ് നടക്കുന്നതെന്നും അൻവർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആളെ കൂട്ടാൻ കഴിയാതാവുന്നത്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളും പരാജയമല്ലേ? ആളില്ലല്ലോ പകുതിയിലധികം. എന്തിനേറെ പറയുന്നു, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത 4 കൺവെൻഷനുകള് തൊട്ടടുത്ത വണ്ടൂരിന്നും ഏറനാടുന്നും മഞ്ചേരിയിൽ നിന്നും ആളെ അടിച്ചില്ലേ ബസ്സിൽ? മുഖ്യമന്ത്രി പോകുന്നിടത്ത് മുമ്പുണ്ടായിരുന്ന ജനങ്ങളെ എന്താ ഇപ്പൊ കാണാതാവുന്നത്? അദ്ദേഹത്തോട് കാണിച്ചിരുന്ന സ്നേഹപ്രകടനം എന്താ ഇവിടെ കേരളത്തിൽ ഇല്ലാതായത്? അത് പരിപൂർണമായിട്ടും ജനങ്ങൾ തിരസ്കരിച്ചു. ഇത്തരത്തിലുള്ള എന്താ പറയാ വിഘടന, വിഭജന, വർഗീയ ആശയങ്ങളുമായി ഈ പാർട്ടി പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർത്ത് പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയാക്കിക്കൊണ്ട് പിണറായി ഈ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. എനിക്ക് ശേഷം പ്രളയം, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നയം. ഒരിക്കൽ കൂടി ആ കസാരയിൽ കയറിയിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ള അവസാന പരിശ്രമമാണ് ഈ പറയുന്ന എല്ലാ വർഗീയ വിഭജനങ്ങളും മനുഷ്യർ തമ്മിലുള്ള ആശയ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ സംഗതിയും. അദ്ദേഹത്തിന്റെ എല്ലാ ജനഹിത പരിപാടികളും പരാജയമാണ്.
അതിൽ ഇന്നലത്തെ അയ്യപ്പ സംഗമം അതിന്റെ ഏറ്റവും വലിയ ചൂണ്ടുപലകയാണ്. എയിംസ് ആലപ്പുഴയിൽ തന്നെ സ്ഥാപിക്കണമെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വികസന കാര്യങ്ങളിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പിന്നോക്കം നിൽക്കുന്ന ആലപ്പുഴയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 13 ജില്ലകൾ എടുത്ത് പരിശോധിച്ചാൽ ഇടുക്കിയേക്കാൾ പിന്നിലാണ് ആലപ്പുഴ. ഈ ജില്ല വലിയ ദുരിതമാണ് നേരിടുന്നത്. അതിനാൽ ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്നത് ഈ നാടിന്റെ വികസനത്തിന് അനിവാര്യമാണ്. എയിംസ് ആലപ്പുഴയിൽ തന്നെ വരണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആലപ്പുഴയിൽ എയിംസ് വേണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ താൻ അത് നിർബന്ധമായും തൃശൂരിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നിന്നും പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. എയിംസിന് തൃശൂരിൽ സ്ഥലമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി അറിയിച്ചത്. എന്നാൽ തിരുവനന്തപുരത്തെ സ്ഥലം നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ എയിംസ് വരുന്നതിനെ ചിലർ എതിർക്കുന്നത് അത് തനിക്ക് പെരുമയായി മാറുമെന്ന ഭയം കൊണ്ടാണെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. ഒരാവശ്യം എതിർക്കപ്പെട്ടാൽ അതിനുള്ള പ്രതിവിധി താൻ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. M5 ന്യൂസ്, തൃശൂർ. വിവാദങ്ങൾക്കിടെ അറ്റകുറ്റപ്പണികൾക്കായി സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണ പാളികൾ തിരിച്ചെത്തിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി 1 മണിയോടെയാണ് ചെന്നൈയിൽ നിന്നും തിരികെ എത്തിച്ചത്. സന്നിധാനത്തെ ദേവസ്വം സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ പാളി ശുദ്ധി കലശം നടത്തിയതിനു ശേഷമായിരിക്കും തിരികെ സ്ഥാപിക്കുക. എന്നാൽ കന്നിമാസ പൂജകൾക്കായി ശബരിമല നട അടയ്ക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് വ്യക്തത വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമം സമാപിച്ച മാധ്യമങ്ങളടക്കം മടങ്ങിയ ശേഷം അതീവ രഹസ്യമായാണ് ദേവസ്വം ബോർഡ് സ്വർണ്ണപാളികൾ സന്നിധാനത്ത് എത്തിച്ചത്. ഓണക്കാലത്തെ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കിയ ശബരിമല നട അടച്ചതിനു ശേഷമാണ് ശ്രീകോവിലിന് മുന്നിലെ സ്വർണ്ണപാളി അറ്റകുറ്റപ്പണികൾക്കായി ഇളക്കി മാറ്റിയത്. സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപാളിയുടെ തൂക്കം കുറഞ്ഞതുമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം 2019 അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സ്വർണ്ണപാണികളുടെ തൂക്കം കുറഞ്ഞതിൽ ഹൈക്കോടതി ഗുരുതര വിമർശനമാണ് ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചത്. സ്വർണ്ണപാളികൾ ഉന്നത് ചെമ്പ് തകിടുകളെന്ന് മനഃപൂർവ്വം രേഖപ്പെടുത്തി വസ്തുതകൾ പുറത്തുവരാതിരിക്കാനുള്ള നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. M5 ന്യൂസ്, പത്തനംതിട്ട. തനിക്ക് ലഭിച്ച ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് ലഭിച്ച പുരസ്കാരമെന്ന് മോഹൻലാൽ. 48 വർഷമായി തന്നോടൊപ്പം സിനിമയിൽ സഹകരിച്ച പലരും ഇന്നില്ല. അവരെ ഓർക്കുന്നു. ഈശ്വരനും കുടുംബത്തിനും ഒപ്പം പ്രവർത്തിച്ചവർക്കും നന്ദി പറഞ്ഞായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. ഇതിനു മുൻപ് ഏറെ മഹാരഥന്മാർ നടന്ന വഴിയാണ് ഈ പുരസ്കാരത്തിൻ്റെത്. എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമയ്ക്ക് നന്ദിയെന്നും മോഹൻലാൽ പറഞ്ഞു. 48 വർഷമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് സിനിമ. അതെനിക്ക് ഈശ്വരനാണ്. എന്റെ പ്രവർത്തനമാണ് എന്റെ പ്രാർത്ഥന. പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. ഷൂട്ടിങ്ങിനിടയിലാണ് പുരസ്കാരത്തിന് അർഹനായ വിവരം അറിയുന്നത്. കോള് വന്നപ്പോൾ അത് സത്യമാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചതായും താരം ഓർമ്മിച്ചു. ഏറെ സന്തോഷം തോന്നി. വാർത്ത അറിഞ്ഞതിനു ശേഷം അമ്മയെ കണ്ടെന്നും അമ്മ അനുഗ്രഹിച്ചെന്നും ലാൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ ദൃശ്യം 3 നാളെ മുതൽ ചിത്രീകരണം ആരംഭിക്കുമെന്നും മോഹൻലാൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ച മമ്മൂട്ടി. നേട്ടത്തിന് മോഹൻലാൽ അർഹനാണെന്നും അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ മമ്മൂട്ടി വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ അഭിനന്ദിച്ച് സംവിധായകൻ രാം ഗോപാൽ വർമ്മ. എക്സ് പോസ്റ്റിലൂടെയാണ് രാം ഗോപാൽ വർമ്മയുടെ അഭിനന്ദനം. ആദ്യ ചലച്ചിത്രമെടുത്ത സംവിധായകൻ എന്നതിനപ്പുറം ദാദാ സാഹിബ് ഫാൽക്കെയെ കുറിച്ച് തനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല. ആ സിനിമ കണ്ടിട്ടുമില്ല, കണ്ടവരെ പരിചയവുമില്ല. പക്ഷെ മോഹൻലാലിനെ കാണുകയും അറിയുകയും ചെയ്യും. ദാദാ സാഹിബ് ഫാൽക്കെയ്ക്ക് ഒരു മോഹൻലാൽ അവാർഡാണ് കൊടുക്കേണ്ടതെന്നാണ് രാം ഗോപാൽ വർമ്മയുടെ എക്സ് പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ പ്രതികരിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് നേരെ സൈബർ ആക്രമണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രമേശ് പിഷാരടിയുടെ പ്രതികരണത്തെ വിമർശിച്ചായിരുന്നു നീതു വിജയൻ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം. സൈബർ ആക്രമണം നടത്തിയാൽ പേടിച്ച് അടുക്കളയിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് നീതു വിജയൻ പ്രതികരിച്ചു. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി രമേശ് പിഷാരടി പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയാണ് താൻ പ്രതികരിച്ചത്. അതെഴുതുമ്പോൾ തന്നെ സൈബർ ആക്രമണം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നുവെന്നും നീതു വിജയന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. 9 ലക്ഷം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമേ തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയാനാകുകയുള്ളൂ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അംഗങ്ങൾക്ക് വേണ്ടി അത് നിഷേധിക്കണം എന്നും മാത്രമാണ് പറഞ്ഞത്. സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രശ്നവുമായി ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് മനസ്സിലാകുകയുള്ളൂവെന്നും നീതു വിജയൻ വ്യക്തമാക്കി. M5 ന്യൂസ്, തിരുവനന്തപുരം. കലുങ്ക് സംവാദങ്ങളിലെ വിവാദങ്ങൾക്കിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിയന്ത്രണവുമായി BJP. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ലക്ഷ്യമിട്ട് നടത്തുന്ന ആ പരിപാടിയിൽ വിവാദങ്ങൾ ഉണ്ടാകരുതെന്നാണ് നിർദ്ദേശം. BJP ജില്ലാ ഘടകങ്ങളിൽ നിന്നും കേന്ദ്ര മന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നതോടെയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരിക്കുന്നത്.
പരാതി പറയാനെത്തുന്നവരോട് സഭ്യമായ ഭാഷയിലും അനുഭാവപൂർണമായും സംസാരിക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഉയർന്നത്. സംവാദ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധ വേണം. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയും മന്ത്രി ഓഫീസിലെ ജീവനക്കാരെയും പരിപാടികളിൽ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തൃശൂരിൽ 2 നടന്ന പരിപാടികൾ വിവാദമാവുകയും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതോടെയാണ് BJP സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത്. കലുങ്ക് വിവാദവുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിക്കെതിരെ നേരത്തെ തന്നെ BJPയിൽ വിമർശനം ഉയർന്നിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ രാഷ്ട്രീയമായി തിരിച്ചടിയായേക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ പക്വതയായും വിവേകവും ഇല്ലാത്ത മറുപടികൾ പാർട്ടിയെ ബാധിച്ചേക്കുമെന്നും വിലയിരുത്തൽ. PR ഏജൻസികളെ സഹായത്തോടെ നടത്തുന്ന പരിപാടി ഉപേക്ഷിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. കൊച്ചി തീരത്ത് മുങ്ങിയ എൽസ 3 ചരക്ക് കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ചയെ തുടർന്ന് പ്രദേശത്ത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പഠനം. സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആൻഡ് ഇക്കോളജിയുടെ പഠനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മീനുകളുടെ ഭക്ഷണത്തിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്തി. കപ്പലിലെ ഇന്ധനം സൂക്ഷ്മജീവികളുടെ ഉള്ളിൽ പ്രവേശിച്ചെന്നും പഠനത്തിൽ പറയുന്നു. കപ്പലിലെ ഇന്ധനം വെള്ളത്തിൽ പടർന്നതോടെ കപ്പൽ മുങ്ങിയ ഭാഗത്തെ പല സൂക്ഷ്മജീവികളും അപ്രത്യക്ഷമായെന്നാണ് പഠനത്തിൽ പറയുന്നത്. മത്സ്യങ്ങൾ ഭക്ഷിക്കുന്ന സുബ്ലാങ്ടൺ എന്ന ജീവികളിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മീനുകളുടെ പ്രജനനം നടക്കുന്ന കാലവർഷത്തിലായിരുന്നു അപകടം സംഭവിച്ചത്. ഇത് പ്രത്യാഘാതത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച മീൻമുട്ടകളും മീൻകുഞ്ഞുങ്ങളും നശിച്ച നിലയിലായിരുന്നു. നാഫ്തലിനടക്കമുള്ള ഹൈഡ്രോ കാർബണുകളുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. രാസവസ്തുക്കൾ മത്സ്യങ്ങൾ വഴി മനുഷ്യരിലേക്കും എത്തുമെന്ന ആശങ്കയും റിപ്പോർട്ടിലുണ്ട്. M5 ന്യൂസ്, കൊച്ചി. വനിതാ ഗുണ്ടകളെ കാപ്പ് ചുമത്തി നാട് കടത്തി. വലപ്പാട് കരിയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി, വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഹിമ എന്നിവരെയാണ് നാട് കടത്തിയത്. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ 4 ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുവരും. തൃശൂർ ചന്ദ്രാപിന്നി ദേശീയപാതയിൽ ടിപ്പർ ലോറി ഇടിച്ച അപകടം. ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കയ്പമംഗലം സ്വദേശി CJ സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. സെയ്ദ് മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ലോറി ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് സെയ്ദുവിന്റെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങി. തൽക്ഷണം മരണം സംഭവിക്കുകയായിരുന്നു. തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളുടെ വിടവാങ്ങൽ ചിത്രം പുറത്തുവിട്ട് ഹമാസിന്റെ സായുധ സേനാ വിഭാഗം. തടവിലാക്കപ്പെട്ട 47 ഇസ്രായേലി ബന്ദികളുടെ ചിത്രമാണ് പുറത്തുവിട്ടത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ശക്തമാകുന്നതിനിടയ്ക്കാണ് ഹമാസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ശക്തമാക്കുന്നത് തടവുകാരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ഹമാസ് നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തടവിലാക്കപ്പെട്ടവരിൽ ചിലർ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട്. സ്പോർട്സ്. BCCI തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ. ജമ്മു കാശ്മീരിൽ നിന്നുള്ള മുൻ താരം മിഥുൻ മൻഹാസ് BCCI പ്രസിഡന്റാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീട്ടിൽ ഇന്നലെ രാത്രി ചേർന്ന BCCI ഭാരവാഹികളുടെ ഔദ്യോഗിക യോഗത്തിലാണ് തീരുമാനം. IPL വിവിധ ടീമുകളിലെ താരമായിരുന്ന മൻഹാസ് ഗുജറാത്ത് ടീമിന്റെ സഹപരിശീലകനായിരുന്നു. UPയിൽ നിന്നുള്ള കോൺഗ്രസ് MP രാജീവ് ശുക്ല വൈസ് പ്രസിഡന്റും അസം സ്വദേശി ദേവ്ജിത്ത് സൈക്കിയ സെക്രട്ടറിയുമായി തുടരും. 2025 ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് റിയാദ് വേദിയാകും. ഡിസംബർ 18 മുതൽ 22 വരെയാണ് മത്സരങ്ങൾ നടക്കുക. ഇത് 6ാം തവണയാണ് സൗദിയിൽ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. ഈ വർഷത്തെ സീരി എ ചാമ്പ്യന്മാരായ നപ്പോളി, കോപ്പ ഇറ്റാലിയ ജേതാക്കളായ ബൊലോഗ്ന, ലീഗ് റണ്ണേഴ്സ് അപ്പായ ഇന്റർ മിലാൻ, കോപ്പ ഇറ്റാലിയ റണ്ണേഴ്സ് അപ്പായ AC മിലാൻ എന്നീ 4 പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയ്യപ്പ സംഗമത്തിന് ആളില്ല എന്ന വാദം തള്ളി MV ഗോവിന്ദൻ. 4126 പേർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തുവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. അയ്യപ്പ സംഗമം നാടകമാണെന്ന് PV അൻവർ. അയ്യപ്പനുമായി ഒരു ആത്മാർത്ഥതയുമില്ലാത്ത ആളുകളുടെ സംഗമമാണ് നടക്കുന്നത്. മോദിയേക്കാൾ വർഗീയത തുപ്പുന്ന യോഗി ആദിത്യനാഥിനെ സംഗമത്തിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചത് എന്തിനെന്നും PV അൻവർ. എയിംസ് ആലപ്പുഴയിൽ തന്നെ നിലപാട് ആവർത്തിച്ച് സുരേഷ് ഗോപി. ആലപ്പുഴ വലിയ ദുരിതമാണ് നേരിടുന്നത്. തടഞ്ഞാൽ തൃശൂരിൽ കൊണ്ടുവരുമെന്നും കേന്ദ്ര പിന്തുണയുണ്ടെന്നും സുരേഷ് ഗോപി. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപാളികൾ സന്നിധാനത്ത് തിരിച്ചെത്തിച്ചു. സ്വർണ്ണപീഠത്തിൽ വിജിലൻസ് അന്വേഷണം. കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷമേ സ്വർണ്ണപാളികൾ തിരികെ സ്ഥാപിക്കൂവെന്ന് ദേവസ്വം അധികൃതർ. പുരസ്കാര നിറവിൽ മലയാളത്തിന്റെ ലാൽ. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് ലഭിച്ച പുരസ്കാരമാണെന്നും 48 വർഷത്തെ സിനിമാ ജീവിതത്തിലെ വലിയ അവാർഡാണിതെന്നും മോഹൻലാൽ. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.